നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ എന്ന് വെച്ചാൽ കുറച്ച് വഴങ്ങി കിട്ടാൻ റിസ്ക് ഉള്ളൊരു മീഡിയമാണ്. നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം ഓരോ കളേഴ്സും ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ ലീഫിന് സാപ്പ് ഗ്രീനും ചെറുതായിട്ട് സ്കാർലറ്റ് അതിൻ്റെ എഡ്ജിലായിട്ടും ഫസ്റ്റ് ടോണായിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ ഏറ്റവും മുകളിൽ ഒരു തണ്ടുണ്ടല്ലോ, അതിന് നമ്മൾ ബേൺസീനിയാണ് ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ വളരെ കുറഞ്ഞ കളേഴ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. ബേൺസീന, സാപ്പ് ഗ്രീന്, പിന്നെ ഡാർക്കുള്ള ഭാഗങ്ങളിൽ സാപ്പ് ഗ്രീൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സ്കാർലറ്റ് ഇട്ട് അങ്ങനെ വളരെ കുറച്ച് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കരുത്, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വാട്ടർ കളർ എന്ന് വെച്ചാൽ മറ്റുള്ള മീഡിയത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. മറ്റേ മീഡിയത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നമുക്കത് മായ്ച്ച് കളയാനായിട്ട് പറ്റും. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട്, അതായത് നമ്മൾ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റിയാൽ അത് മായ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ട് നല്ല മായ്ച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് വാട്ടർ കളർ എന്ന മീഡിയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമാണ്, അതായത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുക, അപ്പോൾ നമ്മളത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് ടൈം ക്ഷമയോടുകൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഡാർക്ക് ചെയ്തതിന് ശേഷം ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിലുള്ള ആവശ്യത്തിലധികം ഉള്ള ആ ഒരു വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഈ ഡാർക്കിൻ്റെ തൊട്ടടുത്ത് കളർ ഡ്രൈ ആവുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ലൈറ്റ് ടോൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയാണ് വാട്ടർ കളർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡാർക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം ടോൺ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ബേൺസീനിയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് വളരെ കട്ടിക്ക് ചെയ്യരുത് കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് ആ ഒരു ബ്രാഞ്ചസ് എന്താ പറയുക ഗ്രീനാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഡാർക്ക് ടോണിലൊന്നും തന്നെ ചെയ്യരുത്. ഡാർക്കുള്ള ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ലൈറ്റ് ഗ്രീനുള്ള ഭാഗത്ത് അതിൻ്റെ ഡാർക്ക് ഗ്രീന് അപ്ലൈ ചെയ്യുക.
അതിലേക്ക് കുറച്ചുകൂടി ഡാർക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ബേൺസീൻ അഥവാ ബ്രൗൺ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ.